ആറ്റുകാൽ പൊങ്കാല തലസ്ഥാനത്തിന് മതമൈത്രിയുടെയും മതസൌഹാർദ്ദത്തിന്റെയും ഒക്കെ പ്രതീകമായി കൂടി മാറുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് രാജ്ഭവന് സമീപത്താണ്. ഇവിടെ പാളയം ഇമാം VP സുഹൈബ് മൗലവി ഉൾപ്പെടെ വിവിധ സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളടക്കം ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. VP സുഹൈബ് മൗലവി എന്നോടൊപ്പം ചേരുന്നു. അങ്ങയുടെ ഒരു പ്രസംഗം വലിയ തരത്തിൽ കേരളം ചർച്ച ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പൊങ്കാല എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭമാണ്. കാരണം ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി ആളുകൾക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ. പൊങ്കാല തിരുവനന്തപുരം നഗരത്തില് പൊങ്കാല നടക്കുമ്പോൾ തലസ്ഥാനത്തേക്കുള്ള അതിഥികളായിട്ട് ഈ ഒരു സഹോദരിമാരെ പരിഗണിച്ചുകൊണ്ട് അതിഥികളുടേതായ എല്ലാവിധ അവകാശങ്ങളും അവർക്ക് നൽകിക്കൊണ്ട് ആതിഥേയർ എന്ന നിലക്കുള്ള നമ്മുടെ ബാധ്യത നമ്മൾ നിറവേറ്റുകയാണ്. വ്യത്യാസങ്ങൾ വിവിധ മതങ്ങളിലുണ്ട്. ഇവിടെ തന്നെ നമ്മളെ സ്വാമി, അതുപോലെ തന്നെ ഞാന്, അതുപോലെ തന്നെ സിൽവാനിസ് തിരുമേനി അടക്കമുള്ള ആളുകൾ വിശ്വാസപരമായ ബഹുസ്വരത വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുമ്പോഴും അതല്ലെങ്കിൽ വിശ്വാസപരമായിട്ടുള്ള വ്യത്യസ്തതകൾ നിലനിൽക്കുമ്പോഴും ഈ മാനവികതയുടെ പേരിൽ, സാഹോദര്യത്തിന്റെ പേരിൽ എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. ഇസ്ലാം മത വിശ്വാസികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് റമളാന്റെ കാലം കൂടിയാണ്. റമളാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസികളിൽ സഹാനുഭൂതിയും കാരുണ്യവും പരസ്പര സ്നേഹവും ചേർന്ന് നിൽക്കലുമൊക്കെ ഏറ്റവും അധികം ശക്തിപ്പെടേണ്ടുന്ന കാലമാണ്. യാദൃശ്ചികമായിട്ട് പൊങ്കാല ഈ ഒരു മാസത്തിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും റമളാന്റേതായിട്ടുള്ള നല്ല നല്ല അനുഭവങ്ങൾ നമ്മുടെ സഹോദരിമാർക്ക് സമ്മാനിക്കുവാൻ സാധ്യമാവണം എന്നുള്ളതാണ്. റമളാൻ എന്ന് പറയുമ്പോൾ ഖുർആൻ ഇറങ്ങിയ മാസം എന്നുള്ളതാണ് റമളാനെ സംബന്ധിച്ചുള്ള വിശ്വാസം. ഖുർആൻ മാനവികതയുടെ ഗ്രന്ഥമാണ്. മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന് സിദ്ധാന്തിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. മാത്രമല്ല നമ്മുടെ മുഴുവൻ വേദഗ്രന്ഥങ്ങളും അത് മനുഷ്യർക്ക് വേണ്ടിയാണ് അവതീർണമായിട്ടുള്ളത്. മനുഷ്യർക്ക് വെളിച്ചം എന്ന നിലയിലാണ് അവതീർണമായിട്ടുള്ളത്. എല്ലാ മനുഷ്യരും ഒന്നാണ്. ദൈവം തമ്പുരാൻ പറയാണ്, മനുഷ്യരെ നിങ്ങളെല്ലാവരും ഒന്നാണ്. നിശ്ചയം നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ മാതാവിൽ നിന്നും ഒരേ പിതാവിൽ നിന്നുമാണ്. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും സമൂഹങ്ങളുമാക്കി മാറ്റിയത് നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. വേദഗ്രന്ഥങ്ങൾ ഉദ്ഘോഷിക്കുന്നത് മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്നുള്ള മഹത്തായ സന്ദേശമാണ്. അതുകൊണ്ട് റമളാൻ വേദഗ്രന്ഥം അവതീർണമായ മാസം എന്നുള്ള നിലയ്ക്ക് മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന മാസമാണ്. യാദൃശ്ചികമായിട്ട് പൊങ്കാല ഇവിടെ കടന്നു വരുമ്പോ ആ ഉത്സവത്തിലൂടെയും എല്ലാവരും പരസ്പരം കരുതലോടുകൂടി തന്നെ ഒന്നിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സന്ദർഭം ഏറെ സന്തോഷകരമായിട്ടുള്ള സന്ദർഭം എന്ന നിലയിൽ തന്നെയാണ് കാണുന്നത്. അദ്ദേഹത്തോടൊപ്പം ഗുരുരത്നം ജ്ഞാനതപസ്യയുണ്ട്. വലിയ പ്രതീക്ഷയോടെയാണ് വിവിധ മതവിഭാഗങ്ങൾ ഒന്നിച്ച് ഈ പൊങ്കാല അർപ്പിക്കാൻ എത്തിയവർക്ക് മറ്റ് സഹായ സാധനങ്ങൾ നൽകിക്കൊണ്ട് ഇവിടെ ഒത്തുകൂടുന്നത്. എങ്ങനെ നോക്കിക്കാണും? തീർച്ചയായിട്ടും മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ കാഴ്ചയാണ് നമുക്ക് ഇതിലൂടെ കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ലോകം യുദ്ധത്തിന്റെ വലിയ ഭീഷണിയിൽ നിൽക്കുന്ന സമയത്ത് ലോകത്തെ എല്ലാ വിശ്വാസങ്ങളെയും ചേർത്തുകൊണ്ട് ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരവസരം ഈ സമയത്ത് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലക്ഷക്കണക്കിന് സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, അവരെ കൊണ്ടുവരാനായിട്ട് വന്നിരിക്കുന്ന ആളുകൾ, അനുബന്ധമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, ഒരുപക്ഷെ തിരുവനന്തപുരത്തിന്റെ ഈ കൂട്ടായ്മ ലോകത്തിന്റെ ഭൂപടത്തിലെത്തുന്ന ഒരു സമയമാണുള്ളത്. ഇമാം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ നമുക്ക് സമൂഹത്തിന് കൊടുക്കുവാൻ കഴിയുന്ന വലിയ സന്ദേശമുണ്ട്. കാരണം ആളുകൾ പ്രത്യേകമായി വിഘടിച്ചു പോകുന്ന സാഹചര്യത്തിൽ നമ്മുടെ വിശ്വാസം ഏതു തന്നെയായാലും അതിൽ ഏകീകരണങ്ങൾ നമുക്ക് അതിന്റെ ആത്യന്തികമായ കാര്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ തന്നെയും എല്ലാ വിശ്വാസങ്ങളിലും നിൽക്കുന്ന ആളുകൾക്ക് എപ്പോഴും ഉയർത്തിക്കാണിക്കുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാനവികത. അതിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ഒരുമിക്കുവാൻ സാധിക്കുമോ, ഏതൊക്കെ തലങ്ങളിൽ ഒരുമിക്കുവാൻ സാധിക്കുമോ. ഇപ്പൊ ഇവിടെ ഈ കൂട്ടായ്മ നടത്തുന്നത് പ്രധാനമായും ആക്സ് എന്ന ഒരു പ്രസ്ഥാനമാണ്. തിരുവനന്തപുരത്തിന്റെ ഏത് ആത്മീയ കൂട്ടായ്മകൾ കണ്ടാലും, പ്രത്യേകിച്ച് ഓരോ ഇതുപോലുള്ള ആഘോഷങ്ങൾ കണ്ടാലും ആക്സിന്റെ പ്രവർത്തകർ അവിടെ പല സഹായങ്ങളുമായിട്ട് ഓടിയെത്താറുണ്ട്.
ഇവിടെ ഇന്നിവിടെ നടക്കുന്ന ഈ വലിയ പൊങ്കാലയുടെ ഈ സന്ദേശം അത് ലോകത്തിന് സമാധാനത്തിന്റെ ഒരു വലിയ കാര്യമായിട്ട് അവതരിക്കപ്പെടും എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ തിരുമേനിയും എന്നോടൊപ്പം ചേരുന്നു. തിരുമേനി, ഇത് എല്ലാ വർഷവും പൊങ്കാല നടക്കാറുണ്ട്. പക്ഷേ ഈ വലിയ സംഘർഷങ്ങൾക്കൊക്കെ ഇടയിൽ ഇത്തവണത്തെ പൊങ്കാല ഒരു സന്ദേശം കൂടിയായി മാറുകയും എങ്ങനെ നോക്കിക്കാണുന്നു? സമാനതകളില്ലാത്ത ഒരു വലിയ പ്രതിസന്ധിയോടെയാണ് ലോകം കടന്നു പോകുന്നത്. മതത്തിനും വിശ്വാസത്തിനും അതുപോലെ തന്നെ അതിന്റെ വേലിക്കെട്ടുകളെയൊക്കെ പൊളിച്ചുകൊണ്ട് മാനവികതയ്ക്കും മനുഷ്യത്വത്തിനും മൂല്യങ്ങൾക്ക് നൽകണമെന്ന പ്രത്യേകിച്ച് ഈ അനന്തപുരിയുടെ ഈ മഹാ ഉത്സവം നമ്മളെ പഠിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും സ്വാമിയും ഇമാമും ഞങ്ങളെല്ലാം ചേർന്ന് ഒരു ഐക്യത്തിന്റെ അതുപോലെ തന്നെ ജാതിയും മതത്തിന്റെയും വിശ്വാസത്തിന്റെയും അപ്പുറത്തെ മനുഷ്യമൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഉത്സവമായി തീരട്ടെ. ഇവിടെ നടക്കുന്ന കർമ്മങ്ങൾ ആ ശാന്തിയും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ബിലീവേഴ്സ് ചർച്ചിന്റെ മെഡിക്കൽ കോളേജിന്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു മെഡിക്കൽ ടീം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുവാൻ മറ്റുള്ള സംഘടനകളെല്ലാം ചേർന്ന് ഞങ്ങൾ ഇതിന്റെ ഭാഗവാക്കാക്കുവാനും പൂർണ്ണസമയം ഇതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തായാലും മതത്തിന്റെ പേരിൽ മതിലുകൾ തീർക്കാൻ ശ്രമിക്കുന്നവർക്ക് മാനവികതയുടെ പുതിയൊരു അധ്യായം രചിക്കുകയാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന പൊങ്കാലയോട്, ആറ്റുകാൽ പൊങ്കാലയോട് അനുബന്ധിച്ചുള്ള മറ്റ് സമുദായ സംഘടനകളുടെ സഹകരണവും പിന്തുണയുമല്ല. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.